ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 24-ാം വാക്യത്തിൽ ആഴമായി ഓർമ്മപ്പെടുത്തുന്ന ഒരു ചിന്ത, ചക്കര വാക്കുകൾ നമ്മോട് പറഞ്ഞ് നമ്മെ വശീകരിക്കുന്ന ചില ആളുകൾ നമ്മുടെ സമീപത്തേക്ക് കടന്നു വരുമ്പോൾ അവരുടെ വശീകരണ വാക്കുകൾക്കകത്ത് നാം അകപ്പെട്ടിട്ട് നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് നമ്മെ ആഴമായ ജീവനിലേക്ക് നയിക്കുന്ന ജീവൻ്റെ പ്രബോധനങ്ങളെ നാം കേട്ടുകൊണ്ട് നാം മുൻപോട്ട് കടന്നു പോകണമെന്ന് നമ്മെ ഓർപ്പിക്കുക തന്നെയാണ്. ആഴമായ വ്യവസ്ഥകൾ ഓർമ്മപ്പെടുത്തുന്ന ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിലുള്ള ദൂത് ലേവ്യ പുസ്തകം 15-ാം അധ്യായം 31-ാം വാക്യത്തിൽ ഓർപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ഇസ്രായേൽ മക്കളുടെ നടുവിലുള്ള എൻ്റെ നിവാസം അവർ അശുദ്ധമാക്കിയിട്ട് തങ്ങളുടെ അശുദ്ധികളിൽ മരിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ അവരുടെ അശുദ്ധിയെക്കുറിച്ച് അവരെ പ്രബോധിപ്പിക്കണം എന്നതാണ്. മനുഷ്യനെ നാശത്തിലേക്ക്, പാപത്തിലേക്ക്, അശുദ്ധിയിലേക്ക് കൊണ്ടുപോകുന്ന ചില ഉപദേശങ്ങളുടെ മുമ്പിൽ നിന്ന് നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ള വലിയ ആഗ്രഹമുണ്ടാകുകയും ആ തലത്തിൽ നമ്മെ പ്രബോധിപ്പിക്കുന്നവരെ നാം ഉൾക്കൊള്ളുകയും ചെയ്യണം എന്നതാണ്. സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിനകത്ത് ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ഹൃദയം വശീകരിക്കുന്നത് പോലെയുള്ള ചക്കര വാക്കുകൾ പറഞ്ഞ് നമ്മെ പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കൂട്ടം ആളുകൾ ഉള്ളതുപോലെ തന്നെ നമ്മെ ശാസനയോടുകൂടി പ്രബോധിപ്പിക്കുകയും നമ്മുടെ നന്മ കാണുവാൻ, നിത്യജീവനിൽ നമ്മെ എത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളും എൻ്റെയും നിങ്ങളുടെയും മുൻപിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം വശീകരണ വാക്കുകളുടെ പിന്നാലെ പോവുകയല്ല, നാം ആഴമായ നിത്യജീവൻ നമുക്ക് നൽകുന്ന പ്രബോധനങ്ങളുടെ പിന്നാലെ നാം പോകേണ്ടതുണ്ടെന്നാണ് ഈ വാക്കുകൾ നമുക്ക് അടിവരയിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ശമൂവേലിന് എഴുതിയ 2-ാം പുസ്തകത്തിലേക്ക് നാം വന്നാൽ 3-ാം അധ്യായത്തിനകത്ത് അബ്നേർ എന്ന് പറയുന്നതായ മനുഷ്യനോട് ദൈവത്തിൻ്റെ ദാസൻ, നീ ഒരിക്കലും ഹെബ്രോൻ്റെ പുറത്തേക്കിപ്പോൾ ഇറങ്ങി വരരുതെന്നും നിനക്ക് ശത്രുക്കളുണ്ടെന്നും നീ കൊല്ലപ്പെടുവാൻ, നീ ഇല്ലായ്മ ചെയ്യപ്പെടുവാൻ സാധ്യതയുണ്ടെന്നുമൊക്കെ പറഞ്ഞ് ആഴമായ പ്രബോധനങ്ങൾ കൊടുത്ത് തന്നെ ഹെബ്രോനകത്ത് കൊണ്ട് എത്തിച്ചെങ്കിൽ പോലും സുകാര്യം പറയുവാൻ, സ്നേഹസല്ലാപം നടത്തുവാൻ തന്നെ കൂട്ടത്തിൽ കൂട്ടിയവൻ ചതിക്കാൻ പോകുകയാണ്, തൻ്റെ നാശത്തിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണെന്ന് തിരിച്ചറിയാതെ താൻ പറഞ്ഞതായ ആ ഇമ്പമുള്ള വാക്കുകൾ കേട്ട് തന്നോട് കൂടെ ഹെബ്രോൻ്റെ പടിവാതിൽ പുറത്തേക്കിറങ്ങുമ്പോൾ അകാരണമായി താൻ കൊല്ലപ്പെടുന്നതിന് കാരണമായി തീർന്നു എന്നുള്ളത് 2 ശമൂവേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 27-34 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഗ്രഹിപ്പാനായിട്ട് കഴിയുന്നുണ്ട്. അബ്നേറിന് ജീവൻ്റെ ഉപദേശങ്ങൾ നൽകിക്കൊടുത്ത ആ സന്ദേശം കേട്ടുകൊണ്ട് താൻ നിലനിന്നിരുന്നുവെങ്കിൽ തൻ്റെ രക്ഷയ്ക്ക് അത് കാരണമാകുമായിരുന്നു. എന്നാൽ ചക്കര വാക്ക് പറഞ്ഞ് തൻ്റെ ഹൃദയം വശീകരിച്ച് ഹെബ്രോൻ്റെ പുറത്തേക്ക് കൊണ്ടുപോയ ആ പ്രബോധനം കേൾക്കാൻ പോയതുകൊണ്ട് തനിക്ക് നാശമാണ് ജീവിതത്തിൽ ഭവിപ്പാനിടയായി തീർന്നതെന്നും നാം മറന്നു പോകരുത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ, സല്ലാപത്തോടെ ചക്കരവാക്ക് പറഞ്ഞ് നമ്മുടെ ഹൃദയം വശീകരിച്ചുകൊണ്ട് നമ്മെ പാപത്തിലേക്കും നാശത്തിലേക്കും നടത്തുന്നവരുടെ പിന്നാലെ നാം പോകുന്നവരായിട്ടല്ല, നമ്മെ പ്രബോധിപ്പിക്കുന്ന ആ വ്യക്തികളുടെ പ്രബോധനങ്ങൾ കേട്ടിട്ട് അത് നമ്മുടെ ജീവനുള്ളതെന്ന് തിരിച്ചറിഞ്ഞ് ആ വഴി നമുക്ക് തിരഞ്ഞെടുപ്പാൻ ദൈവസന്നിധി നമുക്കൊരുങ്ങാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, കേൾക്കേണ്ട പ്രബോധനങ്ങൾ, ഞങ്ങളെ നിത്യജീവനിലെത്തിക്കുന്ന പ്രബോധനങ്ങൾ ഞങ്ങൾ നിരസിച്ചിട്ട് ഞങ്ങൾ നാശത്തിലേക്ക് ചെന്നെത്തുന്നവരായി തിരികെയല്ല, പ്രബോധനങ്ങൾ ഞങ്ങളുടെ രക്ഷയ്ക്ക് കാരണമാകണമെന്ന ബോധ്യതയോടുകൂടി ഞങ്ങൾ മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.